രാത്രിയിൽ പാതിരിക്കൊപ്പം പള്ളിമേടയിൽ പെൺകുട്ടി. യൂത്തിന് ഇഷ്ടപ്പെടുന്ന ഒരു സൂപ്പർ മൂവി ആയിരിക്കും തോന്നുന്നു. എല്ലാവരും കണ്ട് രസിക്കാൻ പറ്റുന്ന ഒരു മൂവി ആയിരിക്കും. നാട്ടുകാരോട് അറിയട്ടെ, പള്ളിമേടയിൽ അച്ഛൻ്റെ സെറ്റപ്പ്. നിങ്ങൾ കാണിച്ച പോക്കൃതത്തിന് എനിക്ക് ഒച്ച വെച്ച ആളെ കൂട്ടായിരുന്നു. നല്ല കോമഡി ആയിട്ടുണ്ട്, ത്രില്ലിംഗ് ആണെന്ന് തോന്നുന്നു, ഇൻട്രസ്റ്റിംഗ് ആണ്. അനശ്വര എനിക്ക് ഇഷ്ടമുള്ള ആക്ട്രസ്. അപ്പോൾ പിന്നെ ബാലു വർഗീസ് എല്ലാം നല്ലൊരു കോമഡി ആയിരിക്കും, ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ഫീൽ ചെയ്യുന്നത്. പക്ഷെ ചെയ്യാത്തെന്ന് പറയും, അച്ഛനിപ്പോൾ എനിക്ക് പൊന്മുട്ടിടുന്ന താറാവല്ലേ. എല്ലാവരുടെ അഭിനയം എല്ലാം ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട്. ഫണ്ണി മൂവി പോലെ പിന്നെ ത്രില്ലർ ആണെന്ന് തോന്നുന്നു, കുറേ സസ്പെൻസ് ഉണ്ടെന്ന് തോന്നുന്നു, കാണാൻ തോന്നി. പ്രത്യേകിച്ച് ഞാൻ അനശ്വര ഫാനാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ ഞാൻ എന്തായാലും പോയി കാണും. നാട്ടുകാരെ വേറെ ആരെങ്കിലും പറഞ്ഞാൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. തിയേറ്ററിൽ പോയി കാണുന്ന ഓർത്താണ് ഇരിക്കുന്നത്. ഓ, പെണ്ണിനെ ഒളിപ്പിച്ചോട്ട് നിർത്തുന്നതിന് കുഴപ്പമൊന്നുമില്ല. അച്ഛനൊരു രഹസ്യം അറിയോ? ഹൊറർ കോമഡി പടം തോന്നുന്നു. ഇങ്ങനൊരു പടം കുറച്ച് നാളായിട്ട് വന്നിട്ടില്ലെന്ന് തോന്നുന്നു. ഇപ്പം എക്സൈറ്റഡ് ആണെന്ന് കാണാൻ വേണ്ടി. നൂറ്റാണ്ടുകളുടെ അനേകം രാജാക്കന്മാരുടെ എനിക്ക് തോന്നുന്നു അത് ഒരു ഹിറ്റായിരിക്കും. കാരണം എന്നാന്ന് വെച്ചാൽ നമുക്കൊരു കോമഡി അറ്റ് ദ സെയിം ടൈം ഒരു ക്രൈം ത്രില്ലർ മാതിരി ഉള്ളൊരു സംഭവമാണ്. അവർ നയിച്ച യുദ്ധത്തിന്റെ രക്തക്കറവരൻ്റെ വാളിന്റെ ചരിത്രം. അർജുൻ അശോകന്റെ മുമ്പത്തെ സിനിമ അതുപോലെ അതിനെക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു ആക്ടിങ് ലെവലാന്നൊക്കെ തോന്നുന്നു. അർജുൻ അശോകനെ ഈ റോള് ചെയ്യാൻ പറ്റൂ ശരിക്കും പറഞ്ഞാൽ. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ചോദിക്കണത് ശരിയാണെന്ന് എനിക്കറിയില്ല, എങ്കിലും ചോദിക്കുക. എങ്ങനെ ഒപ്പിച്ച്